ആഹ്ലാദ പ്രകടനത്തിന് പോയി തല്ലുകൊള്ളുന്നത് അപ്പോഴും കയ്യൂക്കാർക്കാണ്. 2020-ക്കല്ല, പാർട്ടിക്കാർക്കാണ് കയ്യൂക്കും ഗുണ്ടായിസൊന്ന് 2020 കണ്ടു. കാരണം ഇവര് ആഹ്ലാദ പ്രകടനം ഒരു 200 പേരുമാണ്. അവര് 6 പേര് വന്ന് നന്നായിട്ട് അടിച്ചു, ഇവര് ഓടി. ഇവരെല്ലാം പിടിഷേടാണ്. അതേ സ്ഥാനത്ത് ബാക്കി എല്ലാ സ്ഥലത്തും പാർട്ടി ജയിച്ചപ്പോൾ വെറുതെ നോക്കിക്കണോ ചിരിയടാന്ന് പറഞ്ഞ് അങ്ങോട്ട് അടി. അതെ. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ചും ഈ സാബുവിനൊക്കെ എത്രത്തോളം അരാഷ്ട്രീയമുണ്ട് ആ കാര്യങ്ങളൊക്കെ സാബു തന്നെ നമ്മളോട് നേരിട്ട് പറയും. നമസ്കാരം. ആദ്യമായിട്ട് ഞങ്ങളിപ്പോൾ ഏതാണ്ട് 8 വർഷക്കാലമായി ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട്. ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമല്ല. നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ചെയ്യണം, നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ രാഷ്ട്രീയക്കാർ തടസ്സം നിന്നപ്പോഴാണ് ഞങ്ങൾ അധികാരമില്ലാതെ നമുക്ക് നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 2015 ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 19 സീറ്റുകൾ മത്സരിച്ചതിൽ 17 സീറ്റുകളും ഞങ്ങൾക്ക് കിട്ടി. ഏതാണ്ട് 72% ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണത്. ഇവിടെ ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇത് ഒരു ഏകാധിപത്യ ഭരണമാണ്, അരാഷ്ട്രീയമാണ്, ബ്രിട്ടീഷ് ഭരണമാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളതാണത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞങ്ങളുടെ വരവ് കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട, വരുമാനം നഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ വരുമാനം നഷ്ടപ്പെടും, തൊഴിൽ നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ഇതിനെ ആക്ഷേപിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ജനാധിപത്യം എന്താണ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, രാഷ്ട്രീയം എന്താണ്, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഇത് രണ്ടും നമ്മൾ സംസാരിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനം. ഞങ്ങൾ അവിടെ എല്ലാ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഞങ്ങൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നോമിനേഷൻ കൊടുത്ത് ആ മത്സര പ്രക്രിയയിൽ കൂടിയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതിൽ 72% ആളുകൾ, അവിടുത്തെ ജനങ്ങൾ അതിനെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ അതൊരു ജനാധിപത്യമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും? 2, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗം. ജനനം കൊണ്ട് നമ്മളാരും രാഷ്ട്രീയക്കാരായിട്ട് ഇവിടെ ജനിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ എത്രയോ സിനിമാ നടന്മാരും നടിമാരും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത, അവർ സിനിമാ ലോകത്ത് നിന്നല്ലേ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതുപോലെ ഏത് മേഖലകളിലും ആർക്ക് വേണമെങ്കിലും രാഷ്ട്രത്തെ സംബന്ധിച്ച്, രാഷ്ട്രത്തിൻ്റെ വികസനത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിൽ ഇടപെടാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ പലപ്പോഴും പലരും ആക്ഷേപിക്കുന്നത്, ഒരു ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണത്. അപ്പോൾ നമുക്ക് ഇന്ന വിഭാഗത്തിന് മാത്രമാണ് ഇത് നീക്കിവച്ചിരിക്കുന്നത് എന്നുള്ളൊരു നിയമമില്ല. ഇന്ത്യയിലെ ഏതൊരു പൗരനും നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനായിട്ടുള്ള, അത് രാഷ്ട്രീയത്തിലായാലും ശരി, ബിസിനസ്സിലായാലും ശരി. ഇപ്പോൾ ഏതെങ്കിലും എത്രയോ രാഷ്ട്രീയക്കാർ ബിസിനസ് നടത്തുന്നു. ഞങ്ങൾ ബിസിനസ്സുകാർ പറയുന്നില്ലല്ലോ ഇത് ഞങ്ങളുടെ മേഖലയാണ്, ഇവരെ ആരും ഇതിലേക്ക് വരാൻ പാടില്ല എന്നുള്ള. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് V4 അല്ലെങ്കിൽ 2020, ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് ഇതിന് സമാനമായിട്ട് ഏതാണ്ട് 30-35 സംഘടനകൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സംഘടനകൾ രൂപപ്പെടുന്നു? എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള സംഘടനകളുടെ പിന്നിൽ ജനം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ V4 ആയാൽ തന്നെയും കഴിഞ്ഞ ഇത്രയും ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് ഏതാണ്ട് 11% വോട്ടാണ് ആ പ്രദേശത്ത് നേടിയത്. അപ്പോൾ എന്തുകൊണ്ട് ഈ 11% ആളുകൾ വിഡ്ഢികളായതുകൊണ്ടല്ല അവർക്ക് വോട്ട് ചെയ്തത്? അവർ എന്തോ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ വികസനങ്ങൾ നടക്കുന്നില്ല
ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ 2015 19 സീറ്റുകളിൽ 17 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു. അവിടെ നിന്ന് 5 വർഷത്തെ ഭരണം ഞങ്ങൾ പൂർത്തിയാക്കി. ഈ ഭരണം പൂർത്തിയാക്കുന്ന സമയത്ത് ഞങ്ങൾ അധികാരമേറ്റെടുക്കുന്ന സമയത്ത് 39 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്ന പഞ്ചായത്ത് 5 വർഷം ഭരണം പൂർത്തിയാക്കുന്ന സമയത്ത് 13,57 ലക്ഷം രൂപ അവിടെ മിച്ചമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ പലരും അതിനെപ്പറ്റി ആലോചിക്കുന്നത് ചെലവ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ മിച്ചം വന്നത് എന്ന്, അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ പണം എങ്ങനെ മിച്ചം വരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇത് വളരെ ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഏതൊരു ഭരണ സംവിധാനത്തിൽ, ഒരു പഞ്ചായത്തായിക്കോട്ടെ, ഒരു സംസ്ഥാനമായിക്കോട്ടെ, ഇനി ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഇതിലൊരു വലിയൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. നമ്മൾ വരവ് എത്രയാണ്, ചിലവ് എത്രയാണ്. ഈ വരവിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ വരവ് കൂട്ടിക്കൊണ്ട് ചിലവ് ചെയ്യുകയും ചെയ്യുന്നതാണ് നല്ല സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള മിച്ചം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഞങ്ങളവിടെ ചെയ്തത് വളരെ സിമ്പിളാണ്. അഴിമതി പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചിട്ടയായിട്ട് അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ഭരണ സംവിധാനം അവിടെ നടപ്പാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംവിധാനത്തിൽ ഇപ്പോൾ ഈ പാലാരിവട്ടം പാലം പോലെ തന്നെയാണ്. 45 കോടി രൂപ മുടക്കി പണിതത് പൊളിച്ച് വീണ്ടും നമ്മൾ 40 കോടിയോ 30 കോടിയോ മുടക്കുന്നു. അതെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതാണ്. ഈ പഞ്ചായത്തുകളിലായാലും സംസ്ഥാനങ്ങളിലായാലും നമ്മൾ 1 കോടി രൂപ ഒരു റോഡിന് ചെലവാക്കുന്നു. അത് ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അതിന് ടെൻഡറിൽ ഉള്ള എമൗണ്ടാണ് 1 കോടി രൂപ. അതിൽ 60% ഏറ്റവും ചുരുങ്ങിയത് ഈ കോൺട്രാക്ടറും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കൂടി വീതിച്ചെടുക്കുകയാണ്. അപ്പോൾ 40% മാത്രമാണ് ആ റോഡിൽ മുടങ്ങുന്നത്. ആ 40% മുടങ്ങുമ്പോൾ കോൺട്രാക്ടർ പണി നിർത്തിപ്പോകുന്നതിൻ്റെ പുറകെ റോഡും പുറകെ പോകും. അപ്പോൾ വീണ്ടും 1 കോടി രൂപ അടുത്ത വർഷം ചിലവാക്കേണ്ടി വരും. അവിടെയാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ അങ്ങനെ വരാത്ത രീതിയിൽ മുടക്കുന്ന കാശ്, ഇത് ജനങ്ങളുടെ നികുതി പണമാണ്, അവരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ബലമാണ്. അത് ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം ഞങ്ങളെടുത്തു. 1 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 2 രൂപയുടെ ഗുണം കിട്ടുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു, അത് നടപ്പിലാക്കി. അവിടെയാണ് ഞങ്ങൾ വിജയം കണ്ടത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു. 20 ഞങ്ങൾ ഒരു പഞ്ചായത്ത് നിന്നുള്ളത് 5 പഞ്ചായത്തിലേക്ക് വ്യാപിപ്പിച്ചു. അവിടെയൊന്നും ഈ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ 5 പഞ്ചായത്തിലും ഞങ്ങൾ മത്സരിച്ച എല്ലാ സ്ഥലത്തും പഞ്ചായത്തിൻ്റെ അധികാരം ഞങ്ങൾ പിടിച്ചടക്കി. ഒരു പഞ്ചായത്തിൽ പ്രതിപക്ഷം പോലുമില്ലാതെ 80% വോട്ടുകൾ നേടി എന്നുള്ളതാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും ഈ പ്രചരണത്തിലും ആളുകൾ പറഞ്ഞത് അരാഷ്ട്രീയമാണ്, ഏകാധിപത്യമാണ് എന്നെല്ലാം ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചെങ്കിലും ജനങ്ങൾ അതെല്ലാം കാട്ടിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരെ സംബന്ധിച്ച് വിശക്കുന്നവന് നമുക്ക് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ പ്രത്യയശാസ്ത്രമൊന്നും വിശക്കുന്നവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ അവൻ അരാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. നല്ല ഭരണം ആര് നടത്തുന്നു, നാടിൻ്റെ വികസനം ആര് നടത്തുന്നു, ജനങ്ങളുടെ ക്ഷേമം ആര് നടത്തുന്നു, അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കും. അപ്പോൾ ഇതുപോലെയുള്ള സംഘടനകൾ ഇന്ന് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ചിന്തിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതുപോലെയുള്ള പുതിയ ആശയങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നത്? അതിന് പകരം അവരെ വിമർശിച്ച്, അവരെ അറസ്റ്റ് ചെയ്ത്, അവരെ അടിച്ചമർത്തി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊരു ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണെന്നുള്ളത്. കാരണം അതിനെ അതിജീവിക്കാനായിട്ട് ശക്തരായിട്ടുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനവുമായിട്ട് വരുന്ന ആളുകളെ ഏതെങ്കിലും രീതിയിലൊക്കെ പീഡിപ്പിച്ചുകൊണ്ട്, കാരണം നമുക്കറിയാം ഇന്ന് 10 മണിക്ക് പാലം തുറന്നു, ആര് തുറന്നു, അതിൻ്റെ സാങ്കേതികത്വമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇവർ കുറ്റവാളിയാണോ എന്നെല്ലാം പറയുന്നത്.
12 മണിക്ക് അദ്ദേഹത്തെ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സംവിധാനം നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ക്യാമറയിൽ പോലും കണ്ടില്ല ആരാണ് തുറന്നത്, എപ്പോൾ തുറന്നു എന്നറിയില്ല, ഇതൊന്നും അറിയാതെ 2 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പ്രതിയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനം നമ്മുടെ പോലീസിനുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ കുറ്റകൃത്യമേ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ 6,75,000 കേസുകളാണ് ഒരു വർഷം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ എത്രയോ കൊലപാതകൾ ഇപ്പോഴും പിടികിട്ടാതിരിക്കുന്നു, എത്രയോ റേപ്പ് കേസുകളിൽ ഇവിടെ ബലാത്സംഗം ചെയ്തിട്ട് പോലും ആളുകളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആരാണെന്ന് ക്യാമറയിലോ അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാതിരുന്നിട്ടും 2 മണിക്കൂറിനുള്ളിൽ പ്രതിയെ ലൊക്കേറ്റ് ചെയ്ത് ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു ശരിയായിട്ടുള്ളൊരു കീഴ്വഴക്കമല്ല. ഇന്നും നമുക്കറിയില്ല അദ്ദേഹം പ്രതിയാണോ, അദ്ദേഹം അവിടെ പോയിരുന്നോ, അല്ലെങ്കിൽ അത് തുറന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊരു ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തേണ്ടതാണ്. 2 മണിക്കൂറിനുള്ളിൽ പ്രതി ഇന്ന ആളാണെന്ന് പോലീസ് തന്നെ തീരുമാനമെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിർദ്ദേശത്തിനനുസരിച്ച് അങ്ങനെയുള്ള ആളുകളെ പോയിട്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കേണ്ടതാണ്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല, അത് നിലനിൽക്കില്ല. അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയല്ലാതെ ഇതുകൊണ്ടൊന്നും ആരും ഇല്ലാതെയാകുന്നില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇവിടെ അവിടെ ഞങ്ങൾ BMBC ടാർ ചെയ്യുന്നത് പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ PWD മിനിസ്റ്റർ നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജ് സാറിനെ ആക്ഷേപിച്ചതുപോലെ തന്നെ അതിൽ എനിക്കിട്ടും ഒരു തട്ടി. കാരണം 2020 ഭരിക്കുന്ന സ്ഥലത്തെല്ലാം എൻ്റെ റോഡുകൾ അവർ കയ്യേറുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് അവിടെയാണ് ഒരു പിടി കിട്ടാത്തത്. എൻ്റെ റോഡുകൾ അപ്പോൾ എൻ്റെ റോഡുകൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് കുണ്ടും കുഴിയുമായിട്ട് ആളുകൾ നടുവൊടിയുന്നു, വണ്ടിയുടെ ആക്സിൽ ഒടിയുന്നു, ഇതെല്ലാം ഒടിയുന്നു, റിപ്പയർ ചെയ്യുന്നില്ല. പഞ്ചായത്ത് അതിന് ഞങ്ങൾക്ക് നിങ്ങൾ ടാർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ റോഡുകൾ, കാരണം നമ്മുടെ പഞ്ചായത്തായതുകൊണ്ട്, ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തായതുകൊണ്ട്, പ്രത്യേകിച്ച് ആളുകൾ വിചാരിക്കും ആ റോഡിലൂടെ പോകുമ്പോൾ ഇതാണോ 2020 എന്ന് വിചാരിക്കും. അപ്പോൾ ഈ റോഡുകളെല്ലാം ഗട്ടറായിട്ട് കിടക്കുകയാണത്, അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു നിർദ്ദേശം പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കി, ഞങ്ങൾക്ക് ഈ റോഡുകൾ ടാർ ചെയ്യാനായിട്ട് അനുവാദം തരണം, BMBC ടാർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് പറ്റില്ല, നിങ്ങൾക്ക് ടാർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതി അനുവാദം തന്നു, ഞങ്ങൾ ടാർ ചെയ്തു, അത്രയേ ഉള്ളത്. അപ്പോൾ ഇനി ഇത് വലിയൊരു അപരാധമാണ് ഞാൻ ചെയ്തതെങ്കിൽ ഞാനതിന് മാപ്പ് ചോദിക്കുകയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഇനി അത് വീണ്ടും പഴയ രീതിയിലാക്കണം. അങ്ങനെയാണെങ്കിൽ അത് കുഴിയാക്കി തരാനായിട്ടുള്ള നടപടി സ്വീകരിക്കാതെ അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ എല്ലാ ആളുകളും, ഒരുപാട് ആളുകൾ പിന്തുണ എപ്പോഴും പറയും. എന്നെയോ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പുറകിലുണ്ട്, ഞങ്ങളെല്ലാവരും പിന്തുണ തരുന്നു എന്ന് പറഞ്ഞിട്ട് വാതിലടച്ച് അകത്തിരുന്ന് കഴിഞ്ഞാൽ ഇതൊരിക്കലും മാറില്ല. നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങണം, നമ്മൾ സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിക്കുന്നോ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അവരെ നേരിടേണ്ടതും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് എനിക്ക് പറയാനായിട്ട്. ഏതായാലും 2020 എന്ന കോടീശ്വരൻ്റെ മാഫിയയുടെ മുഴുവൻ കാര്യം മലയാളികൾ കേട്ടല്ല. അതായത് ഇദ്ദേഹം കോടികൾ ഇറക്കി വോട്ട് മേടിച്ചു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പാർട്ടിക്കാരും എല്ലാം ചെയ്യുന്നതും ഇത് തന്നെ. എന്നാൽ ഇദ്ദേഹത്തിന് വ്യക്തമായ തെളിവില്ല. ഇനിയിപ്പോൾ നമ്മളെല്ലാം തെറി പറയാൻ എൻ്റെ ഫേസ്ബുക്കിന് മാത്രം ഞാൻ അറിഞ്ഞത് 400 പേരെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കണം.
എൻ്റെ ഡീറ്റെയിൽ എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10 പ്രാവശ്യം കോഴി കള്ളനാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് ഏകദേശം അങ്ങനെ പോലെ ഉണ്ട്. അപ്പോൾ ഈ ഞാനിപ്പോൾ സൈബർ പോരാളികൾ എന്നല്ല പറയണത്, അവർക്ക് ഞാൻ ഇട്ടേക്കണ പേര് സൈബർ എരപ്പാളികൾ എന്നാണ്, ചാവേറുകൾ. അപ്പോൾ ഇപ്പൊ സാബുവിനെ കുറിച്ചാണെങ്കിലും പറയുന്നത് ഇതെല്ലാം കാശ് കൊടുത്ത് മേടിക്കണമെന്ന്. ഇവരും കിറ്റ് പരസ്യമായിട്ടല്ലേ കൊടുക്കണം, സാബു പരസ്യമായിട്ട് കൊടുക്കണം. അപ്പൊ കിറ്റ് കൊടുത്ത് എല്ലാം ഇതൊക്കെ തന്നെ. പിന്നെ ഇവിടെ സംവിധാനമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാനാണ് അവിടെ ചെന്ന് ഈ അതെ അതെ അപ്പൊ അതെ, നമുക്ക് അതിലോട്ട് വരാം. ഇനി നമ്മൾ കാണിയിലോട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഇവിടുത്തെ എന്താ പറയണ ഓരോ അരിമണിയും പിറക്കിയ ആളാണ് നമ്മുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം ഇടപെടാത്ത മേഖലകളില്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യട്ടെ എന്നുള്ള ഒരു അഭിപ്രായക്കാരനും കൂടിയാണ്. അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞു 4 വർഷം വളരെ ഫാസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. അത് ഞങ്ങളൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് 4 വർഷം കൊണ്ട് പെട്ടെന്ന് തീർത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, EM ശ്രീധരൻ എന്ന് പറഞ്ഞ ഒരാള് പച്ചാളം പാലം 8 മാസം കൊണ്ടും എടപ്പള്ളി പാലം 9 മാസം കൊണ്ടും AL ജേക്കബിന്റെ അപ്പൊ സാറ് സത്യമായിട്ടും അയ്യോ എന്ന് പറഞ്ഞു. അയ്യോ 7-8 കോടി തിരിച്ചും കൊടുത്തു. ജയശങ്കർ, കമാൽ ഭാഷ, സാബു, സുഹൃത്തുക്കളെ, ബെന്നി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അയാൾ വളരെ കുട്ടിയായിരുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്നതാണ്. ബെന്നി എപ്പോഴും ഈ ഓഫ് ദ റെക്കോർഡ് അല്ലെങ്കിൽ ആ ഓഫ് ദ ട്രാക്ക് പോകാൻ എപ്പോഴും താല്പര്യമുള്ള ഒരാളുമാണ്. സാധാരണ ആളുകൾക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ആ രംഗത്തിറങ്ങി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ രാഷ്ട്രീയക്കാർക്കെതിരുള്ള ഒരാളല്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അന്ന് ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഇടപെട്ടിരുന്നത് അതിർത്തി തർക്കം, അവിഹിത ഗർഭം, ആശുപത്രി, അനാഥപ്രേതം തുടങ്ങി പിന്നെ ഇങ്ങനെ 100 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നറിയിക്കുന്നത് നമ്മളെയാണ്. അല്ല നമ്മളെ വന്ന് പറയും, അവിടെ ഇന്നാൾ ജോസ്ബേട്ടൻ മരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ഷർട്ടൊക്കെ എടുത്തിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ പിന്നെ ജോസ്ബേട്ടനെ കൊണ്ട് പള്ളിയിൽ അടക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ വരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. പൊതുപ്രവർത്തനത്തിൽ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കെതിരെ കേസുകൾ വരും. ബാബു മാത്യു പി ജോസഫ് നിങ്ങളുടെ ജഡ്ജായിരുന്നു. ഞാൻ ബാബുവും ഒരേ നാട്ടുകാരും വളരെ അടുത്ത സ്നേഹിതന്മാരുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം വൈകുന്നേരം നാട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് പക്ഷേ സുഹൃത്തുക്കളായിരുന്നു. അപ്പോഴാണ് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നമ്മുടെ PSP കുമാരൻ ചേട്ടൻ കുത്തുകൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ആ മുളകാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്ന് ഇമ്പാല കാറല്ല, എന്താണ് BMW കാർ എന്ന് പറഞ്ഞ സൈക്കിളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സൈക്കിളിൽ കയറി അവൻ ചവിട്ടി, ഞാൻ എൻ്റെ പുറകിലിരുന്ന് അവിടെ ചെന്നപ്പോൾ ഇയാളിങ്ങനെ വായു വലിച്ച് കിടക്കുകയാണ്. PSP കുമാരൻ ചേട്ടനെ ഞങ്ങൾ ഉടൻ തന്നെ എടുത്ത് വഞ്ചി കയറ്റി ഒരു ബോട്ടൊക്കെ സംഘടിപ്പിച്ച് കെട്ടി വലിച്ച് ആശുപത്രി കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുമാരൻ ചേട്ടൻ മരിച്ചു. അപ്പം അന്ന് ഇതിൻ്റെ പ്രശ്നം അറിയില്ല. അവൻ LLBക്ക് പഠിക്കുന്നുണ്ടെങ്കിലും അവൻ അന്ന് കാര്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കയറി കഴിഞ്ഞപ്പോഴേക്കുമാണ് പറയുന്നത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്. ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് സാക്ഷികളുമായി. അന്നൊരു വിഷ്ണു നമ്പൂരി എന്ന് പറഞ്ഞൊരു നമ്പൂരി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കേസ് അന്വേഷിച്ചത്. അങ്ങനെ വളരെ നല്ല മനുഷ്യനായിരുന്നതിൻ്റെ പേരിലും എൻ്റെ ഒരു സ്നേഹിതന് ശങ്കരൻ നമ്പൂരിയുടെ ബന്ധുവായിരുന്നതിൻ്റെ പേരിലും വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് പുള്ളി ചായയൊക്കെ മേടിച്ച് തരുമായിരുന്നു. അല്ലെങ്കിൽ അവിടെ നിന്ന് ചായയൊക്കെ കഴിക്കാനുള്ള ഒന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോഴും രാഷ്ട്രീയക്കാർ തന്നെയാണ് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവരിൽ മഹാഭൂരിപക്ഷവും. അതിലൊന്നും ഒരു തർക്കമല്ല, ഏത് കക്ഷിയിൽപ്പെട്ടതായാലും ഇടപെടും. പിന്നെ രാഷ്ട്രീയക്കാരിൽ പൊതുജീവിതം എന്ന് പറഞ്ഞാൽ പൊതുച്ചെലവിലുള്ള ജീവിതമാക്കി മാറ്റിയവരുടെ എണ്ണം കൂടി. ഇപ്പം എനിക്ക് 50 വർഷത്തെ പൊതുജീവിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമുള്ളൂ,
50 വർഷം ഞാൻ പൊതുച്ചെലവിൽ ജീവിച്ചു എന്നുള്ളതാണ്. എനിക്ക് രാഷ്ട്രീയക്കാരുടെ ജീവിതം കാണുമ്പോൾ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ഞാൻ 38 വർഷം സർക്കാർ സർവീസിൽ കോളേജ് അധ്യാപകൻ മുതൽ ഇങ്ങോട്ട് ചെയ്തതാണ്. ഇദ്ദേഹത്തിനൊക്കെ എന്നെ വളരെ ചെറുപ്പം മുതൽ അറിയാവുന്നതാണ്. അതിൽ 10 വർഷം ഇന്ത്യയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങി ജോലി ചെയ്ത ഒരാളുമാണ് ഞാൻ. റിട്ടയർ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാർ വാങ്ങിക്കാൻ പറ്റിയത്. വിൽ യു ബിലീവ് ഇറ്റ്? ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നവർ തന്നെ ഈ എന്താണ് അതിൻ്റെ 25-30 ലക്ഷം രൂപയുള്ള ഇന്നോവ കാറിൽ യാതൊരു ഉളുപ്പും കൂടാതെ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം അത്ഭുതമാണ്. അതൊരു അത്ഭുതം തന്നെയാണ്. അത് വരുമ്പോഴാണ് ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് ജനങ്ങൾ ആലോചിക്കുന്നത്. ജനങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അവരപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അത് 2020 ആയാലും V4 കൊച്ചി അല്ലെങ്കിൽ V4 കൊച്ചി എന്നൊരു സംഘടന ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇതിനകത്ത് മത്സരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ വീട്ടിൽ കയറി വന്നിട്ട് പറഞ്ഞ് മാഷെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിന്നെ ഞാൻ എന്തനുഗ്രഹിക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ, അല്ല സാറേ ഞാൻ മത്സരിക്കുന്നുണ്ട്. താൻ എവിടെ മത്സരിക്കണ്? ഇതേ കോർപ്പറേഷനിൽ. ആഹാ. അപ്പം ഞാൻ കരുതിയ ഏതെങ്കിലും രാഷ്ട്രീയത്തിലായിരിക്കും എന്നാണ്. ഏത് പാർട്ടിയാടോ? അപ്പോഴാണ് പറഞ്ഞ ഇങ്ങനെ V4 കൊച്ചി അങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞോ, തനിക്കെന്നാ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിക്കാൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ അത് വേണമല്ലോ എന്ന് കരുതി പറഞ്ഞാണ്. 2020 വേറെ ബ്രാൻഡാണ്. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. ഞാൻ ഇവരുടെ സ്ഥാപനത്തിൽ സാബുവിനെ ഓർക്കുന്നുണ്ടാകും. ഞാൻ വന്നവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഒരിക്കൽ വന്നിട്ട്, നിങ്ങളുടെ ഫാദർ ഉള്ളപ്പോൾ. ഞാൻ അന്ന് VC ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ആ ഒരു ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സ് നമുക്ക് എല്ലായിടത്തും പ്രവൃത്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. പിന്നെ അഴിമതി, ഈ ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന 2 വകുപ്പും PSCയിൽ വെച്ച് എൻ്റെ കീഴിലായിരുന്നു, ഹോമും PWDയും. അപ്പോൾ PWDയിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡുണ്ട്, ആ റോഡ് നന്നാക്കുന്നില്ല. അപ്പോൾ ഇവരുടെ DPCക്ക് വന്നപ്പോൾ ഞാൻ ഈ ചീഫ് എഞ്ചിനീയറെയും സെക്രട്ടറിയെ ഇരുത്തിയിട്ട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് കയറുന്ന റോഡുണ്ട്, ആ റോഡ് 3 വർഷമായിട്ട് അങ്ങനെ കിടക്കുകയാണ്, നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ ഏതാണെന്നൊക്കെ നോക്കുന്നു. അങ്ങനെ ഒരു റോഡുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവന്ന് റോഡിൻ്റെ മുഴുവൻ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് നന്നാക്കി കിട്ടിയത്. കാരണം അത്ര ഒരു സ്ലോ പോകുന്നൊരു പരിപാടിയുണ്ട്. എന്ന് മാത്രവുമല്ല, അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, എഞ്ചിനീയർ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറേ ടോട്ടൽ ടെൻഡർ എമൗണ്ടിൻ്റെ 40% നമുക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ക്ലാസ് 1 വർക്കായിരിക്കും. പക്ഷേ 30%-നും 20%-നുമാണ് വർക്ക് നടക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇതൊന്നും രഹസ്യമല്ല. പാലാരിവട്ടം പാലം വീണു എന്ന് പറഞ്ഞാൽ പാലാരിവട്ടം പാലം ബെന്നി വീണതല്ല, വീഴ്ത്തിയതാണ്. അതുകൊണ്ട് പാലം വെറുതെ വീഴില്ല, വീഴ്ത്തിയതാണ്. അതിൽ ആരൊക്കെ കാശ് വാങ്ങിച്ച് ആരൊക്കെ വാങ്ങിച്ചില്ല, അതിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് റുട്ടീൻ ഫയലിലല്ല ഈ ഡിസിഷൻ വന്നിരിക്കുന്നത്. റുട്ടീൻ അല്ലല്ല അങ്ങനെയല്ല. ഈ പാലം വരുന്നത് റുട്ടീൻ ഫയലിലല്ല. ഈ ആ കോർപ്പറേഷൻ ഉണ്ടല്ലോ, ആ കോർപ്പറേഷനിൽ 3 പേർക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ, ബാക്കി പിന്നെ അത് റാറ്റിഫൈ ചെയ്താൽ മതി. അല്ല, അതിനകത്ത് അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ, ഒരു എക്സിജൻസി വരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എസ്കേപ്പ് റൂട്ടാണ്. അത് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പാലാരിവട്ടം പാലം പണിയാൻ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അന്ന് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന മുഹമ്മദ് അനീഷാണ്. മുഹമ്മദ് അനീഷും പിന്നെ അന്ന് അതിൻ്റെ സെക്രട്ടറി സൂരജും ആണ്. മുഹമ്മദ് അനീഷ് ഡയറക്ടർ, സെക്രട്ടറി അതിനകത്ത് മെമ്പർ, സൂരജ് മെമ്പർ, ചെയർമാൻ ഇബ്രാഹിം കുഞ്ഞ്. അപ്പോൾ ഈ 3 പേര് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഡിസിഷനായി. ആ ഡിസിഷനിലാണ് ഇവർക്ക് ഈ അഴിമതി നടന്നിരിക്കുന്ന കാര്യം നടന്നിരിക്കുന്നത്.
ഇവർ പറയുന്നത് ഞങ്ങൾ നിയമപ്രകാരം ചെയ്തതാണെന്ന് പറയുന്നത് ഈ എസ്കേപ്പ് റൂട്ട് വെച്ചിട്ടാണ്. അതവർ പറഞ്ഞ സത്യമാണ്. കാരണം ഇങ്ങനെ ഒരു എസ്കേപ്പ് റൂട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല ഇത് ഇങ്ങനൊരു എസ്കേപ്പ് റൂട്ട് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ റൂട്ട് വഴിയാണ് വന്നത് എന്നുള്ളതാണ്. പക്ഷേ കാശ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് അതിനകത്ത് പ്രശ്നം പറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പ്രാഥമികമായിട്ട് എത്തുന്നത്. സാറേ, അതിൻ്റെ ഒരു MP പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ അഴിമതി അന്വേഷിക്കില്ല, ഞങ്ങൾ നടത്തി നിങ്ങൾ അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നൊരു MP. അല്ല അത് അല്ലല്ല അത് പേര് വിട്. ഞാൻ പറഞ്ഞ ഇതാണ് ഇതിനകത്ത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും എഫിഷ്യൻ്റായ പോലീസുകാരാണ് നമ്മുടേത്. വെറും പോലീസുകാർ പോലും, ഞാൻ 2 ടേമിൽ അവിടെ ഇരുന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ഒരാളാണ് പോലീസിലേക്ക്, സബ് ഇൻസ്പെക്ടറായിട്ടും പോലീസായിട്ടും. എൻ്റെ ജയശങ്കറെ മിക്കവാറും പേര് പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ് ഈ വരുന്നവർ. സാമാന്യം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുമാണ്. അവരൊരു കേസ് കൃത്യമായിട്ട് അന്വേഷിക്കാൻ അവർക്ക് കഴിയും. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും കൃത്യമായിട്ട് അന്വേഷിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാതെ പോകുന്നു എന്നതാണ് വസ്തുത. പിന്നെ പാതിരാത്രി എന്നിട്ട് ഏതോ ഒരു ടെററിസ്റ്റിനെ പിടിക്കുന്ന രീതിയിൽ അയാൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത ദിവസം രാവിലെ പോലീസിൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞാൽ പോരെ. പിന്നെ കേസ് വരുമെന്നുള്ളത്, ഒരു കേസും വരില്ല എന്നൊരു ഇതിനിറങ്ങരുത് കേട്ടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോകാത്ത സ്ഥലമാണ് ഉദുമ. ആ ഉദുമ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ച് ഞാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിക്കുകയും 2 പേർക്കെതിരെ വധശ്രമത്തിന് നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിലൊരു കേസുണ്ട്. അപ്പോൾ ഇന്ന് സെൻകുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾക്ക് എൻ്റെ സമൻസ് കിട്ടി, സാറിന് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് കേസൊക്കെ വരും, അതിനൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അത് കേസ് വരും, കേസ് വരാതിരിക്കില്ല. ആ കേസിനെ നമ്മൾ നേരിടണം. പിന്നെ നിയമം, ഇതിനകത്ത് എനിക്കൊരു സംശയമുണ്ട് സാറേ. അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഈ പാലത്തിന്? അതിന് സാറേ അതിനകത്തൊരു ഒരു കാര്യമുണ്ട്. ഇവർ ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാവിലത്തെ ഡേറ്റ് വെച്ചേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അതല്ല, അത് അങ്ങനെ ഉണ്ടാകും. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കുറ്റം വരും. അല്ലല്ല, പാലം പരിശോധിച്ചിട്ടില്ല വക്കീലെ. അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കംപ്ലീഷൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ കൊടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ നാളെ ഉദ്ഘാടനമാണെങ്കിൽ ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴേ അവൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കുള്ളൂ, നേരത്തെ കൊടുക്കില്ല. ഏത് FIR-ലുണ്ടാക്കി സാറേ പിന്നെ വെക്കും. നല്ല കാര്യമായി പോയി. അപ്പം അതുകൊണ്ട് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കേസുകൾ വരും, നമ്മളതൊക്കെ സഹിക്കേണ്ടി വരും. അതിൽ നമ്മൾ പിന്നെ പുറകിലിരിക്കണ മുത്തുവിൻ്റെ പേരിൽ എത്ര കേസുണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. ഇനി കേസ് എടുക്കുന്നവങ്ങൾ വേണ്ടി ഞാൻ നിർത്തിക്കോളാം. അന്ന് ജയശങ്കർ വന്നിരുന്നു പോലീസ് സ്റ്റേഷനിൽ, ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു നാമജപ യാത്ര നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരു 500 പേരോ 600 പേരോ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സംഘാടകരുടെ എല്ലാ ഇതും ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 7000-8000 സ്ത്രീകൾ വന്നുകൂടി. ഇത്രയും സ്ത്രീകൾ വരുന്നു എന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം കൂടി വന്നു. അപ്പോൾ ഭയങ്കര പരമശക്തനായ ഗോവിന്ദഭരതൻ നല്ല സ്റ്റൗട്ടാണല്ലോ. ഗോവിന്ദഭരതൻ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആ ഇതില്ലേ ഞെക്കുവിളക്ക്, ആ വിളക്കുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് സൈഡ്, അപ്പം ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന്, കാരണം എനിക്കറിയാം ഇവരെന്ത് ചെയ്യും എന്നുള്ള കാര്യം. വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ചവിട്ടുകൊടുത്തേറ്റും മരിക്കും. സൈഡിൽ നിന്നിരുന്ന, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നേതാക്കളെല്ലാം കൂടി ഒരൊറ്റ തള്ളുതള്ളിയോടുകൂടി ഗോവിന്ദഭരതൻ ഔട്ട്. അവർ ഗോവിന്ദഭരതൻ്റെ അടുത്ത് ഇത് മേടിച്ച് വിളക്ക് കത്തിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല.
മുത്തു ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ പേര് പറയാൻ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, അതുകൊണ്ടാണ് പേര് പറയാത്തത്. രണ്ടക്ഷരം പറയാൻ പറ്റും. ഒരാളുടെയും പേര് പറയില്ല. അപ്പൊ ഇത് കഴിച്ചിട്ട് ഇത് പറഞ്ഞാൽ ഇവൻ രാജേഷ് സാർ അങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് പറയും. അല്ല, ഇത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് FIR വായിച്ച് കേൾക്കണമെന്ന് പറഞ്ഞ്. ഞാൻ റിക്രൂട്ട് ചെയ്ത സബ് ഇൻസ്പെക്ടറായിരുന്നത്. അപ്പോൾ അയാൾ വായിച്ചു കേട്ട് കണ്ടാൽ തിരിച്ചറിയാം. ഞാൻ പറഞ്ഞു തനിക്ക് കണ്ടാൽ തിരിച്ചറിയാത്തവരുടെ പേര് വിവരം ഞാൻ പറഞ്ഞു തരാം, അവരുടെ പേര് എഴുതണം. എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു എന്നും താൻ എഴുതിയില്ല എന്നും പറഞ്ഞ് ഞാൻ കോടതി പ്രശ്നം ഉണ്ടാക്കും എന്ന് മാത്രമല്ല, ഞാൻ തനിക്കെതിരെ കേസും കൊടുക്കും. അത് കാരണം ആ കേസ് പോയില്ല കോടതിയിലേക്ക്. ഇവിടുത്തെ പ്രമുഖരായ MP-മാരും MLA-മാരും അടങ്ങുന്നവരെ പോലീസുകാർക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്നവർ. ഞാനും മുത്തുമൊക്കെ N വേണുഗോപാലും ഒക്കെ പ്രതികൾ. അപ്പൊ അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. മന്ത്രിയിലെ കാണുവാനില്ലെന്ന് സമൻസിൽ എഴുതാറുണ്ട്. അന്ന് അത് അല്ല, MG രാമനെ ഞാനും അടുത്തടുത്താണ് നിന്നത്. അപ്പം ഞാൻ പറഞ്ഞ് MG രാമൻ ഇങ്ങനെ റോട്ടിലിറങ്ങി, ഞാൻ പറഞ്ഞ് രാമ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വഴി മുടക്കിയെന്നും പറഞ്ഞിട്ട് കേസെടുക്കും, അതുകൊണ്ട് ഫുട്പാത്തിൽ കയറി നിൽക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ വരുമോ? ഞാൻ പറഞ്ഞു അങ്ങനെ വരും, എനിക്ക് കേസ് വന്നിട്ടുണ്ട്. MG രാമനെതിരെ കേസുണ്ട് അതിനകത്ത്, പിന്നെ അത് മാറ്റിയെന്ന് തോന്നുന്നു. അപ്പം ഇത് നമ്മളൊരു പൊതുജനങ്ങളുടെ ഒരു പ്രശ്നത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചീത്ത കേൾക്കേണ്ടി വരും, വീട്ടുകാരുടെ തെറി കേൾക്കേണ്ടി വരും. വീട്ടുകാർ ഭാര്യ ചോദിക്കുന്നുണ്ടാകും ഇവനോടും, എന്തിനാണ് വെറുതെ ഈ നാട്ടുകാരുടെ മുഴുവൻ തെറി നിങ്ങളാ കേൾക്കുന്നു കേട്ടോ, എന്നെയും കേൾപ്പിക്കണമെന്ന് ചോദിക്കുന്നുണ്ടാകും. മൂർഖം പാമ്പിനെ പിടിച്ചാലും എൻ്റെ വൈഫ് ഇപ്പോൾ ഫോൺ എടുക്കാറില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാർ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് V4-ന്റെ ആൾക്കാരാണ്. അത് കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്തത് V4-ന്റെ പ്രവർത്തകയും അഡ്വക്കേറ്റുമായ ജൂലിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു, V4 തന്നെ ഒരു 50 പേരാണ് ഈ ബോർഡ് മാറ്റിയിട്ട് അവരാണെന്ന് പറഞ്ഞാൽ ഈ കേസ് ഇവിടെ തന്നെ ഉണ്ടാവും ഇതേപോലെ. പക്ഷെ അതിനൊരു ഗാന്ധിജിയുടെ കളർ കിട്ടിയേനെ. പക്ഷെ ഇതിപ്പോൾ നിങ്ങൾ അല്ലെന്ന് പറയുന്നു, ആണെന്ന് പറയുന്നു, അതവിടെ നിന്നോട്ടെ. പിന്നെ ഈ 2-3 തകിടിന്റെ കഷ്ണം ബാരിക്കോഡ് സ്റ്റോപ്പ് ഒന്ന് എഴുതി വെച്ചേക്കണം, 5-6 ബോർഡാണ് അവിടെ ആകെ. അത് പൊളിഞ്ഞിട്ടൊന്നുമില്ല, അവർ പൊളിച്ചു എന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ എഴുതിയേക്കണം. ഈ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങൾ ശരിക്കും പറഞ്ഞു ഏതായാലും 2.5 ലക്ഷം പേര് ഇപ്പോൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട് സാർ. 60,000 തുടക്കം. ഈ സംഗതിയിലുള്ള ഇതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടല്ല, നിയമസഭ തല്ലിപ്പൊളിക്കുന്നതും അവിടുത്തെ കമ്പ്യൂട്ടറും സ്പീക്കറിന്റെ കസേര തല്ലിപ്പൊളിക്കുന്നു. എന്തിനു പറയണ്, ഒരു MLA, പേര് എനിക്ക് ഓർമ്മയില്ല, വിഴിഞ്ഞത്തുള്ള ആ MLA, MLA ഒരു മന്ത്രിനെ കടിച്ചു. എനിക്ക് പേരറിയാട്ട, അതിന് കടിച്ചു. അപ്പോൾ പട്ടിയുള്ള വീട്ടിൽ പോണതിനേക്കാളും കഷ്ടമാണ് നിയമസഭയിൽ നോക്കിയിരുന്നില്ലേ കടികൊള്ളും. അവർക്കാണെങ്കിൽ ഈ ചാർജൊന്നും വന്നിട്ടില്ല. പിന്നെ പോലീസുകാർ, എൻ്റെ ഒരു ആഗ്രഹം, പോലീസുകാരെ നമ്മൾ ബഹുമാനിക്കണം, പേടിക്കരുത്. പേടിക്കേണ്ടത് കളവ് ചെയ്യുമ്പോഴും കൊല ചെയ്യുമ്പോഴും നമ്മൾ പേടിക്കണം, അല്ലെങ്കിൽ നമ്മൾ പോലീസുകാരെ ബഹുമാനിക്കണം. അതുകൊണ്ട് എപ്പോഴും ആൾക്കാർ എവിടെ കിട്ടിയാലും മാന്യന്മാരൊക്കെ പറയും കേരള പോലീസ് വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എൻ്റെ ബെസ്റ്റ്. പക്ഷേ മോളീന്ന് വിളിച്ചു പറഞ്ഞാൽ, ദൈവം തമ്പുരാനല്ലാട്ടാ, മോളീന്ന് വിളിച്ചു പറഞ്ഞാൽ എന്ത് തൊട്ടിത്തരം ചെയ്യുന്നവരായിരിക്കും എല്ലാ സിറ്റിയിലും കുറച്ച് ലാൽമാരുണ്ടായിരിക്കും. അവരെന്ത് കേസ് എങ്ങനെ വേണമെങ്കിലും എടുക്കും, ആടിനെ പട്ടിയേക്കും, പട്ടിനെ ആടാക്കും. പിന്നെ നമ്മൾ കോടതി, ഇപ്പോൾ ഏറ്റവും രസം എന്ന് വെച്ചാൽ സാറേ, ഫോറിൻ കൺട്രിയിലൊക്കെ നമ്മൾ ഒരു ഫൈറ്റ് തുടങ്ങുമ്പോൾ ഒരാളോട് പറയാം വിൽ സീ ഇൻ ദ കോർട്ട്, അല്ലെങ്കിൽ വിൽ സീ ഇൻ ദ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പേടിച്ച് അപ്പം തന്നെ ആ ക്രൈം നിർത്തുകയാണ്. പക്ഷെ ഇവിടെ ഒരുത്തൻ തല്ലുമ്പോൾ നമ്മൾ പറഞ്ഞാൽ നീ വല്ല കോടതി പോന്ന് പറഞ്ഞത്, കാരണം 15 കൊല്ലം കിട്ടും. അപ്പം എൻ്റെ അപ്പൻ ഒരു പ്രാവശ്യം പറഞ്ഞാണ്, 72-73 വയസ്സുള്ളപ്പോൾ അപ്പം പറഞ്ഞു, നിന്നെ കുറേ പേര് ദ്രോഹിക്കുവാണെങ്കിൽ ഞാൻ വെടിവെച്ച് വന്നേക്കാടാന്ന് പറഞ്ഞു. കാരണം നമ്മുടെ മുളകുപൊടി ചേരാനല്ലൊരു DYFI വെടിവെച്ച് ചേരാൻ, അയാൾ 80 വയസ്സുള്ള അപ്പൻ അങ്ങോട്ട് ഏറ്റെടുത്ത് ഞാനാ വെടിവെച്ചത്. 30 കൊല്ലം കേസ് വന്ന് അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോൾ ആള് 7 അടിയന്തരം കഴിഞ്ഞ് വാരാപ്പുഴയിൽ ഒരു കല്ലുണ്ട് വേണമെങ്കിൽ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അപ്പൊ ഇന്ത്യയിലെ ഇന്നത്തെ നിയമം ഒരു ജഡ്ജിനെയും ഒരു വക്കീലിനെ ഇരുത്തിയതൊന്നും പറയാൻ പാടില്ല. ഇന്ത്യയിലെ ഇന്നത്തെ നിയമം അനുസരിച്ച് 80 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും വെടിവെച്ചു കൊല്ലാം, തുപ്പിക്കൊല്ലാം, കുത്തിക്കൊല്ലാം. കാരണം ഇതിന്റെ ട്രയലും ഒക്കെ കഴിയുമ്പോൾ ഇപ്പൊ അഭയ കേസ് നമുക്കറിയാമല്ല, പുതിയ പിള്ളേർ വെക്കണ എന്താണ് ഈ അഭയ, അവർക്ക് അറിയില്ല, അവർ മറന്നുപോയി. അപ്പൊ ഇത് ആണ് സംവിധാനം.
ഇപ്പൊ V4 കൊച്ചിക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ രീതിയിൽ ഞാൻ ഇവിടെ ജയിലിൽ 6 ദിവസം കിടന്നു. അവിടെ ഒരു കാർന്നോര് കിടപ്പുണ്ട്, ഒരു വശം തളർന്നു പോയി. അപ്പൊ മൂക്കിക്കൂടെയാണ് വെള്ളമൊക്കെ കിടക്കുന്നത്. അപ്പൊ മക്കളോട് പറഞ്ഞു ഇത് എങ്ങനെയും ഇവിടെ നിന്ന് കൊണ്ടുപോക്കുന്നു, ഞങ്ങൾക്ക് കുഴപ്പമില്ല, അവിടെ നിങ്ങൾ തന്നെ നോക്കി നന്നായിട്ട് നോക്കൂല, മക്കളെ കാലിൽ നന്നായിട്ട് ഫുൾ ടൈം ഒരു ഞാൻ കണ്ടതാ. ആ ശരിയാണ്. അതും എന്റെ അപ്പം പറഞ്ഞു, എടാ ഒരു 80 വയസ്സിൽ ഒരു കേസ് ഉണ്ടായ എന്നെ മൂത്രമൊഴിക്കാനൊക്കെ അവര് കൊലപുരല്ലേ, നിങ്ങളെ വിളിച്ചാൽ കിട്ടൂല, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോവും. അപ്പൊ പോലീസുകാരാണെങ്കിൽ ഡ്യൂട്ടിയിലുണ്ടാവും. അടുത്ത നമ്മളോട് V4ന്റെ കമ്മിയാണ് ജൂലി വക്കീലാണ് സംസാരിക്കണ. എന്താണ് ഈ സംഭവം, ജനങ്ങൾ അറിയട്ടെ, എന്താണ് ഇപ്പോഴത്തെ കേസിന്റെ അവസ്ഥ? അപ്പോൾ V4 വേണ്ടി ഞാൻ ജൂലിയാണ്. ഞാനൊരു കാൻഡിഡേറ്റ് ആയിട്ടും കൂടി മത്സരിച്ചാണ്. ആക്ച്വലി രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാനുള്ള വ്യക്തിയാണ് ഞാനെന്ന് തന്നെ പറയാം. രാഷ്ട്രീയം തീരെ വെറുത്തിരുന്നൊരു ജീവിതമായിരുന്നു എനിക്ക്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘടന മുന്നോട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലിറങ്ങി വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് V4 എന്ന് പറഞ്ഞൊരു ജനകീയ മുന്നേറ്റമാണ്. ഇവിടെ അരാഷ്ട്രീയത്വം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അരാഷ്ട്രീയത്വം പറയുന്നവരോട് എനിക്ക് ചോദിക്കാവുന്നത് രാഷ്ട്രീയം എന്താണെന്നുള്ളതാണ്. രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾ മറന്നൊരവസ്ഥയിലാണ് രാഷ്ട്രീയം പോലെയുള്ള ഇങ്ങനെയുള്ള സംഘടനകൾ മുന്നോട്ട് വന്നത്. അവരൊരിക്കലും അരാഷ്ട്രീയമെന്ന് പറയാൻ പാടില്ല. രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖമാണ്, നന്മയുടെ മുഖമാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ ക്രൂരതകൾ മടുത്തുകൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയം ഒരു രാജ്യത്തിന് ആവശ്യമുള്ള ഒരു ഘടകം തന്നെ, അനിവാര്യ ഘടകം തന്നെയാണ്. പക്ഷെ ആ രാഷ്ട്രീയം ഏത് വിധത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശരിയല്ലേ? അത് തന്നെയല്ലേ ആ രാഷ്ട്രീയത്തിന്റെ ജീർണിച്ച ഒരു ചീഞ്ഞളിഞ്ഞ അവസ്ഥ എന്ന് തന്നെ പറയാം. ആ അവസ്ഥയിലോട്ട് ജനങ്ങൾ മൂക്കൂത്തി വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ സംഘടനകൾ ഉടലെടുക്കുന്നത്. അതിനെ കുറ്റം പറയുന്നതുകൊണ്ട് എന്തർത്ഥം? ജനങ്ങൾ എന്തിനാ ഇങ്ങനെ വരുന്നത്? അവർക്ക് ജീവിക്കാനുള്ള അവകാശം ചോദിച്ചുകൊണ്ട് റൈറ്റ് ടു ലൈഫാണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലാതെ കക്കാനോ കൊള്ളയടിക്കാനോ ഒന്നുമില്ല. ഇപ്പൊ ഈ പാലത്തിന്റെ അവസ്ഥ തന്നെ വന്നത്, ഞങ്ങൾ 31-ാം തീയതി ഒരു പ്രതിഷേധം നടത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. അത് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ എല്ലാവർക്കും പ്രചരിപ്പിച്ചതുമാണ്. ലീഗലി ഞങ്ങൾ നോട്ടീസ് കൊടുത്താണ്, ഇമെയിൽ വഴി പോലീസിന് ഫോർവേഡ് ചെയ്താണ്. എല്ലാ ലീഗൽ ഫോർമാലിറ്റീസ് നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ 31-ാം തീയതി പ്രതിഷേധം നടത്തിയത്. ഞങ്ങൾക്ക് തൊട്ടു മുന്നേ അവിടെ UDF പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ ലീഗൽ വഴിയാണോ മൂവ് ചെയ്തതെന്നോ എനിക്കറിയില്ല. പക്ഷേ അതിന് 2 ദിവസത്തിന് ശേഷമാണ് 5-ാം തീയതിയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ പാട്ട തള്ളി മാറ്റാൻ ആരെ കൊണ്ടും പറ്റും. ഇപ്പൊ ഈ ഭരിക്കുന്ന സർക്കാരിന്റെ ആൾക്കാർ തന്നെ ആ പാട്ട തള്ളി മാറ്റിയിട്ട് V4 പ്രകടനം നടത്തിക്കൊണ്ട് V4ന്റെ പെടലിക്ക് വെച്ചുകൂടെ? അതിനെല്ലാം തെളിവ് ഹാജരാക്കട്ടെ അവരിപ്പോൾ കോടതിയിൽ കേസ് വന്നപ്പോൾ ഒരു സോളിഡ് എവിഡൻസ് പോലും ഹാജരാക്കിയിട്ടില്ല. അതായത് എല്ലായിടത്തും ക്യാമറ ഉണ്ടാവുന്നു, പ്രത്യേകിച്ച് ഈ പാലമണി നടക്കുമ്പോഴൊക്കെ ക്യാമറ ഉണ്ടാവും. അവിടെ അങ്ങനെ ഒരു CCTV ദൃശ്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ട് പോലുമില്ല അവരുടെ റിപ്പോർട്ടിൽ. പിന്നെ ഈ റിപ്പോർട്ട് കൊടുക്കാൻ സാധാരണ എനിക്ക് സാറിനോടാണ് ചോദ്യം, നമ്മൾ ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഇവർ വന്ന് ഹാജരാകുമ്പോൾ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതല്ലേ, മഹസർ റിപ്പോർട്ട് അല്ലേ സർ? പക്ഷേ നമ്മുടെ കേസിൽ മഹസർ റിപ്പോർട്ട് 2-ാം ദിവസം FIR. പക്ഷെ കൃത്യമായി അവർ പറയുന്ന കണക്കുകൾ കാണിക്കാൻ അവർക്ക് പറ്റിയില്ല. കൃത്യമായ കണക്കുകൾ അവർ ജസ്റ്റ് ഒഫൻസ്. ഇപ്പൊ സാറ് പറഞ്ഞു ഈ PDPP ആക്ട് വഴി ഇങ്ങനെ ക്രൈം ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അതിലെ സഞ്ചരിക്കുന്ന ഓരോ വാഹനത്തിനും ഈ ആക്ട് വരണ്ടേ? അവരുടെ ആ വീല് കൊണ്ട് സംഭവിക്കുന്ന ഓരോ ഇതിനും ഡിസ്ട്രക്ഷൻ വരണ്ടേ? ഓരോ വ്യക്തിയും നഷ്ടപരിഹാരം കൊടുക്കണ്ടേ അതിനുവേണ്ടി? അപ്പൊ ആക്ച്വലി ഈ ആക്ടിന്റെ റെലവൻസ് എന്താണ്, അതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ നിപുൺ ചെറിയാന്റെ അറസ്റ്റ് വൈകാൻ കാരണം, നിപുൺ ചെറിയാൻ സിമിലർ ഒരു ഒഫൻസ് ഒരു കേസിൽ ഇതേപോലെ ഒരു കണ്ടീഷണൽ ബെയിൽ ഉണ്ട്. ഐ മീൻ സോറി ബെയില് വൈകാൻ സോറി പ്ലീസ് ബി കറക്റ്റഡ്. ബെയില് കിട്ടിയില്ല സർ. അതായത് ഒരു കണ്ടീഷണൽ ബെയിൽ ഉണ്ടായിരുന്നു. അത് ആലോചിക്കണം, ആരെയും കൊന്നിട്ടോ കൊല വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രായം തികയാത്തൊരു കുട്ടീനെ പീഡിപ്പിച്ചിട്ടോ ഒന്നും അല്ല, സോഷ്യൽ ഇഷ്യൂവിൽ ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം. ചിലവന്നൂർ കായലിന്റെ കേസിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിന്റെ പേരിലാണ് പുള്ളിക്ക് ഒരു കണ്ടീഷണൽ ബെയിലുള്ളത്. അതിലും PDPP ആക്ട് തന്നെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. സോ ദേ ആർ ഇന്റൻഷനലി മൂവ്ഡ് എന്നേ ഞാൻ പറയുള്ളൂ. സർ പക്ഷേ സർ അത് ആന്റിസിഡൻസ് ആയിട്ട് എടുത്തു പറഞ്ഞു. യെസ് അപ്പൊ ഞാൻ ആ ഓർഡർ വായിച്ചു. അതിൽ പറഞ്ഞത് 9-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടിക്കാനിരിക്കുകയാണ്. ഉദ്ഘാടന സമയത്ത് നിപുൺ ചെറിയാൻ അവിടെ ചെന്ന് വല്ല ഞാൻ ബെന്നിച്ചേട്ട
ബെന്നിച്ചേട്ടൻ ഈ ഊരി പിടിച്ച സോക്സ് എന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ല അവിടെ പോയി തടസ്സം ഉണ്ടാക്കുന്നുള്ളതാണ്. ഓൺലൈൻ തടസ്സപ്പെടും. അല്ല ഈ നിപുൺ ചെറിയാൻ ഇത്രയും പേടിക്കണവർ ഈ ഊരി പിടിച്ച സോക്സിന്റെ കൂടെ ഒക്കെ പോയി ഷൂ നമ്മളുടെ ഒരു V4 കൊച്ചി പ്രവർത്തകനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കഥ ഞാൻ സാറിനോട് വന്നപ്പോ തന്നെ സൂചിപ്പിച്ചായിരുന്നു. ഷക്കീർ അലി ജയിലിൽ പോയ ആളല്ലേ? അതെ അതെ. പിന്നെ ആരെങ്കിലും ജയിലിൽ പോയ? സൂരജ് ജയിലിൽ പോയ ഗാന്ധിജിയുടെ ഒപ്പം കിടന്നവരൊക്കെ ഇപ്പൊ സൂരജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവൻ പോകാൻ കാരണം ഇവന്റെ തലമുടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവൻ മുമ്പിൽ ചെന്ന് നിന്നു, ഇവന്റെ തലമുടി കണ്ടപ്പോ നീ വാ അകത്തോട്ട് കയറുന്നു പറഞ്ഞു. അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ V4ന്റെ തലപ്പത്ത് നിൽക്കുന്നു, ഞങ്ങളെയൊക്കെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇവരൊക്കെ പോയ ചരിത്രം നിങ്ങൾ അറിയണം. കാരണം എല്ലാം നിസ്സാരമായ ഒഫൻസുകളാണ്. ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്തുകൊണ്ട കാര്യം പോലും ഇല്ലാത്ത ഒഫൻസുകളാണ്. അതിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയും കൂടി എല്ലാവരും മനസ്സിലാക്കണം. കറക്റ്റ് മാവോയിസ്റ്റ് ടെററിസ്റ്റുകളെ എങ്ങനെ കൊണ്ടുപോകും ആ രീതിയിലാണ് കൊണ്ടുപോയേക്കണം. ഏകദേശം 50 പേരോളം വീടുകൾ വിലങ്ങ് വെച്ച് ഹാൻഡ് കഫ് യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കേസുകളിൽ. അവിടെ ഹാൻഡ് കഫ് വരെ യൂസ് ചെയ്തു, അതും കൂടി മനസ്സിലാക്കണം. ഹാൻഡ് കഫ് വരെ യൂസ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് നടത്തിയാണ് ഇവരെ വണ്ടി കയറ്റിക്കൊണ്ടുപോയത്. അതായത് അവരുടെ ആ ജീവനെ എത്രത്തോളം അപമാനിക്കാമോ ആ രീതിയൊക്കെ ചെയ്തിട്ട് തന്നെ പേടിക്കുന്നുണ്ട് പാർട്ടിക്ക്. സോ ഞാൻ ഇന്നലെ V4-ഉം 2020 ഒക്കെ ഇനി പണിയെടുത്ത് തിന്നണ ആൾക്കാരെ ഇവിടെ ഉണ്ടാക്കും. അപ്പൊ അതെ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രക്ഷൻ 11 ബാരിക്കേഡുകളാണ്. അതിലെനിക്ക് ഒന്നേ സാർ ചോദിക്കാനുള്ളൂ, ഈ 11 ബാരിക്കേഡുകൾ തല്ലി തകർക്കാൻ എന്തായാലും സമയമെടുക്കും. ഒരാളെ കൊണ്ട് പറ്റില്ല, ആളധികം വേണം. അവിടെ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്, അലിഗേഷനിൽ പറഞ്ഞിരിക്കുന്നത് അവരവരുടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു പാലത്ത്. പോരാത്തതിന് 2 സ്ഥലത്തും സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട്. അപ്പൊ ഇവര് 11 ബാരിക്കേഡുകൾ തകർക്കുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? തടഞ്ഞില്ലേ? എന്തുകൊണ്ട് ഒരാളെ പോലെ ഓൺ ദ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്തില്ല? ഒന്നും ചെയ്തില്ല. പകരം 12:30 മണിക്ക് ഞങ്ങളുടെ ക്യാമ്പയിൻ കൺട്രോളിൽ വീട്ടിൽ പോയി ബലമായി 50 പോലീസുകാരോളം വീട് വളഞ്ഞു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തത്, പുള്ളിക്ക് ചാർജ് ചെയ്തത് 31-ാം തീയതി ഞങ്ങൾ നടത്തിയ പ്രൊട്ടസ്റ്റില് പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് പറഞ്ഞൊരു സെക്ഷനാണേ ചാർജ് ചെയ്തേക്കുന്നത്. രാവിലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തേ. പക്ഷെ അറസ്റ്റ് ചെയ്യാൻ പോയത് രാത്രി 12:30 മണിക്കാണ്. പുള്ളിയും ഭാര്യയും മാത്രമേ ഉള്ളൂ, പ്രായമായ ഒരു മനുഷ്യനാണ്. ഭാര്യ മാത്രമേ ഉള്ളൂ, പ്രായമായ ഒരു മനുഷ്യനാണ്. അങ്ങേര് പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പൊ എന്നെ കൊണ്ടുപോയ ഭാര്യ ഒറ്റയ്ക്കാവും എന്ന് പറഞ്ഞപ്പോ CA കൊടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് ആരെങ്കിലും കൂട്ടുപിടിച്ച് കിടത്തിക്കോളൂ എന്നാണ്. സോ എന്നിട്ട് പേരെനിക്കറിയില്ല. യെസ് 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 യെസ്. അല്ല അങ്ങനെയല്ലേ, എനിക്ക് അങ്ങനെ ഒഫീഷ്യലി പറയാൻ എനിക്ക് ആ പുള്ളിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. സാറിനോട് ഒരു കാര്യം ചോദിക്കാൻ സാറേ, എനിക്കിപ്പോഴും സംശയമുള്ളത്, ഒരു മിനിറ്റ് സൈലന്റ്, എനിക്കിപ്പോഴും സംശയമുള്ള ഒരു കാര്യം ജഡ്ജിനോട് ചോദിക്കാനുള്ളത്, ഒത്തിരി ജഡ്ജിമാരും വക്കീലുമാരുമായിട്ട് എനിക്ക് സുഹൃത്തുക്കളുള്ള, നമ്മുടെ പഴയ കാലത്തൊക്കെ ഒരു നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അവിടെ 2 കോഴി തമ്മിൽ കൊത്തും. പെണ്ണ് പിടിച്ചാലും ഭൂമി കൈയേറിയാലും രാജാക്കന്മാർ ചെയ്യണ കോഴി കൊത്തും. ആ കോഴി കൊത്തിൽ ആര് ജയിക്കണോ കോഴിയംഗം. പിന്നെ അത് വാൾപ്പയറ്റായി. ഉദയനൻ്റെ മകനൊക്കെ ആനപ്പുറത്തൊക്കെ പോയി വാൾപ്പയറ്റായി. സർ, നമ്മുടെ കോടതിയിൽ ഇപ്പോഴും ജൂലി വക്കീൽ പോയാൽ ജാമ്യം കിട്ടില്ല. സുപ്രീം കോടതിയിൽ നിന്ന് പ്ലെയിനിൽ മറ്റേ CBI കേസ് ഷുഹൈബിൻ്റെ ഒക്കെ അന്വേഷിക്കാൻ പോലെ ഒരു 25 ലക്ഷം രൂപ കൊടുക്കുന്ന വക്കീൽ ഇപ്പുറത്ത് വന്നാൽ ജഡ്ജിമാർ ഇരിക്കാറുണ്ടോ, ഒന്ന് വിറക്കാറുണ്ടോ എന്നുള്ളത് സാറിനൊന്ന് പറയാൻ പറ്റുമോ? അതെന്താ കാശ് കൂടുതലുള്ള വക്കീലിന്? അതെ, അങ്ങനെ ഒരു ആക്ഷേപം ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷേ ശ്രീ ജയശങ്കറിനൊക്കെ അറിയാം, എന്റെ മുമ്പിൽ ഇതുപോലെ ഒരുപാട് വലിയ വക്കീലന്മാർ വന്നിട്ടുണ്ട്. ഓപ്പൺ കോടതി ഇരുന്ന് ഞാൻ അതിന് ഡിക്കേഷൻ കൊടുത്ത് ഞാൻ ഇറങ്ങി പോയിട്ടുണ്ട്. അത് പേടിക്കേണ്ട ഒരു കാര്യമില്ല ആരെയും. പക്ഷേ അല്ലാതെ ഡിപ്പെൻസ്, ഓരോരുത്തരെ ആ രീതിയിൽ കാണാം. മാത്രമല്ല, ഇപ്പോൾ ജൂലി പറഞ്ഞ അതിലെ ഏറ്റവും വലിയ വിഷമം എനിക്കുണ്ടാക്കിയ ഒരു കാര്യം എന്താ അറിയോ, അതിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരു ഗസറ്റഡ് ഓഫീസറാണ്. അയാൾ കോടതി പറഞ്ഞെന്ന് ഈ ജൂലി എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ആണെന്ന്. വക്കീലിനെ പറയാണ് മാവോയിസ്റ്റ് എന്ന്. ഇങ്ങനെയൊക്കെ
അതുപോലെ V4 കൊച്ചി എന്നുള്ള സംഘടനയും മാവോയിസ്റ്റുകളാണെന്ന് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ വേവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അല്ലല്ല, ഇനി ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ്. ഇവിടുത്തെ ജനങ്ങളോട് മുഴുവനായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യത്തിന് ജയശങ്കർ ഉത്തരം പറയണം. നമ്മുടെ ഭരണഘടനയിൽ അംബേദ്കർ എഴുതി വെച്ചേക്കണ ഏറ്റവും നല്ല കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ്, നല്ലൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ ഭരണപക്ഷമായ മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ നിന്ന് ഒരു പേന പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കാരണം ഒരു പേന എടുത്താൽ നമ്മുടെ ചെന്നിത്തലക്ക് പറയാം അതവിടെ വെച്ചിട്ട് പോകാൻ ഇത് സർക്കാരിൻ്റെ ആണെന്ന് പറയാം. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പാവം പിണറായി അവിടെ നിന്ന് ഒരു പേന എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ GCDയുടെ ആള് ചെയ്ത പോലെ ഓഫീസും TV ഒക്കെ എടുത്തോണ്ട് പോകണ പ്രതിപക്ഷമുണ്ട്. അതെ, അപ്പൊ പേര് പറയണ്ട. അപ്പൊ ഈ ഭരണഘടന അനുസരിച്ച് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ ഭരണഘടന അനുസരിച്ച് പ്രതിപക്ഷം ശക്തമായിരുന്നെങ്കിൽ പാലാരിട്ടം പാലത്തിൽ ഈ അഴിമതി നടക്കുമായിരുന്നു? അല്ല, ഇത് ഭരണഘടനയിലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പാർലമെന്ററി കൺവെൻഷനാണ്. ഇപ്പോൾ ബ്രിട്ടനിൽ നമ്മളത് ബ്രിട്ടീഷ് സംവിധാനമുള്ള പിന്തുടരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനമാണ് പ്രതിപക്ഷം, മറ്റൊന്നാണ് മാധ്യമങ്ങൾ. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ള ആ പുസ്തകം എഴുതിയിട്ടുള്ള സർ ഐവർ ജെന്നിങ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ പണ്ഡിതനാണ്. ഐവർ ജെന്നിങ്സ് പറഞ്ഞിട്ട് ഈ പാർലമെന്ററി സംവിധാനത്തിൽ ക്യാബിനറ്റ് ഗവൺമെൻറ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനമാണ് പ്രതിപക്ഷം. ഇപ്പോൾ ബ്രിട്ടനിൽ എങ്ങനെയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെ എഴുതപ്പെട്ട ഭരണഘടനയില്ല, നമുക്ക് എഴുതിയ പിച്ച ഭരണഘടനയുണ്ട്. അത് ഭേദഗതി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. 3/2 ഭൂരിപക്ഷമൊക്കെ വേണം. പ്രധാനപ്പെട്ട ഭരണഘടനകൾ ഭേദഗതിയൊക്കെ ആണെങ്കിൽ പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ കൺകറൻസ് വേണം. ബ്രിട്ടനിൽ ഇതൊന്നുമില്ല. മാത്രമല്ല കേവല ഭൂരിപക്ഷം കൊണ്ട് ഏത് നിയമം വേണമെങ്കിലും മാറ്റാം. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങൾ ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ഏറ്റവും അധികം സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സംവിധാനമാണ് ബ്രിട്ടനിൽ. ഇതെങ്ങനെ നിലനിൽക്കുന്നു? അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു ചെറിയ വീഴ്ചയെയും കൃത്യസമയത്ത് ചൂണ്ടിക്കാണിക്കാൻ അവിടെ ശക്തമായ പ്രതിപക്ഷമുണ്ട്. അത് ലിബറൽ പാർട്ടി ഭരിച്ചാലും ഉണ്ട്, കൺസർവേറ്റീവ് പാർട്ടി ഭരിച്ചാലും ഉണ്ട്, ലേബർ പാർട്ടി ഭരിച്ചാലും ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം പോലും ഭരണഘടനയിലില്ല. പക്ഷെ മാധ്യമങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അവർ കൃത്യസമയത്ത് സമയാസമയങ്ങളിൽ സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു, ഭരണകൂട ഭീകരത ചൂണ്ടിക്കാണിക്കുന്നു, ഓരോ ഘട്ടത്തിലും ഇടപെടുന്നു. ഇവിടെ സംഭവിക്കുന്ന തകരാറ് ഇത് തന്നെയാണ്. സർക്കാരിൻ്റെ വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. അതുപോലെ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുന്നു. ഇത് വലിയൊരു ഘടകമാണ്. ഇവിടെ നമുക്ക് പിണറായി വിജയനെ വിമർശിക്കാം, ഉമ്മൻചാണ്ടിയെ വിമർശിക്കാം, നരേന്ദ്രമോദിയെ വിമർശിക്കാം, ട്രംപിനെ വിമർശിക്കാം. യൂസഫ് അലിയെ ആരെങ്കിലും വിമർശിക്കുന്നത് നിങ്ങൾ നടന്നു? 10 അല്ല 100 സംഖ്യ കൂട്ടി, പിന്നെ സംഖ്യ വർദ്ധിപ്പിച്ചു. 100 കോടിക്കാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത്. നോട്ടീസിലൊന്നും ഒരു കാര്യമില്ല. ആ നോട്ടീസ് എഴുതാൻ അറിയാവുന്ന വക്കീൽ പോലല്ലേ നോട്ടീസ് എഴുതുന്നത്. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അതൊക്കെ കിടക്കും. പക്ഷേ പേടിക്കാത്തതിനൊരു പേടിക്കില്ല. ഞാൻ പറഞ്ഞതല്ല. യൂസഫ് അലിയെ ആരും വിമർശിക്കില്ല. കാരണം വെച്ചാൽ അദ്ദേഹം അത് വലിയ പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരും മാർക്സിസ്റ്റുകാരും CPIക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. ഒരു പത്രത്തിലും അദ്ദേഹത്തിനെതിരെ വാർത്ത വരികയില്ല. ഞാൻ യൂസഫ് അലി എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള ഇതിൽ പറഞ്ഞതല്ല, അതൊരു പ്രസ്ഥാനമാണ്. യൂസഫ് അലിയെ പോലെ മറ്റു പല ആളുകൾക്കും. അപ്പോൾ ഈ മൂലധന ശക്തികളുടെ മുമ്പിൽ നമ്മുടെ മാധ്യമങ്ങൾ ഭയപ്പെടുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഒച്ചാനിച്ച് നിൽക്കുന്നു. അവരുടെ താല്പര്യത്തിനെതിരായിട്ട് ആരും ഒന്നും ചെയ്തില്ല. ഇത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു വലിയ പരാജയമാണ്. നമ്മുടെ നാട്ടിലെ ജനാധിപത്യം ശരിയായ രീതിയിൽ വിജയിച്ചിട്ടില്ല. അതാണ് ഇതിൽ യഥാർത്ഥ പ്രശ്നം. ജനാധിപത്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ചുമതലകളെക്കുറിച്ചും ബോധ്യമുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇത് രണ്ടുമില്ല. അതാണ് പ്രശ്നം. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ മുളച്ചു പൊന്തിയ ഒരു ചെടിയല്ല ഈ ജനാധിപത്യം. ഇവിടെ ഉണ്ടാവുന്ന മാവ്, പ്ലാവ് ഇങ്ങനെയുള്ള സാധനങ്ങളുള്ളൂ. ഇത് ചെറിയ ആപ്രിക്കോട്ട് മുതലായ ചെടികൾ ഇവിടെ പറിച്ചു വെച്ചാൽ ഇത് സംഭവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ആരും കുറ്റപ്പെടുത്തലിൽ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കുറേ നേരമായി, എന്നാലും 2-3 പേരോടും കൂടി സംസാരിക്കാനുണ്ട്. V4 മുതിർന്ന ഒരാളാണ് ഈശ്വർ സാറ്. പല ഇതിൽ വന്നിട്ട് എന്താണ് V4, എന്തുകൊണ്ട് V4 ഇന്ന് ഈ വിവാദത്തിലെത്തി? എല്ലാവർക്കും നമസ്കാരം. V4 എങ്ങനെ നിലവിൽ വന്നു,
അടിസ്ഥാന ചോദ്യമാണ്. V4 എന്തെന്നുള്ളത് ഏറെക്കുറെ നമ്മൾ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരേ ആശയക്കാരായതുകൊണ്ടും ഇവിടുത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ മിസ്റ്റർ സാബു പറഞ്ഞതുപോലെ ജനക്ഷേമത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു സംവിധാനമാണ് 2020 എങ്കിൽ ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ, സംശുദ്ധമായ രാഷ്ട്രീയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കിക്കാൻ വേണ്ടി ബോധപൂർവം ബുദ്ധിപൂർവം ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥിതികളെല്ലാം മലീമസമാണെന്നും അങ്ങേയറ്റം ദുർബലമാണെന്നും ജീർണിച്ചു കഴിഞ്ഞതാണെന്നും ആ അപജയത്തിൻ്റെ പിന്തുണക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നവരെന്നും ഇതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും ജനാധിപത്യ വിശ്വാസികൾ ഇന്ന് ജനാധിപത്യത്തിന് എന്തെങ്കിലും വിലയുണ്ട് എന്ന് അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറേ ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ V4 പോലെയുള്ള സംവിധാനങ്ങൾ ഉയർന്നു വരണം എന്ന വ്യക്തത, ആ ബോധ്യത്തോടു കൂടിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം. കേരളത്തിലെ പിണറായിയുടെ പോലീസല്ല, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പോലീസ് വന്നാലും V4 എന്ന ആശയം, V4 കേരള എന്ന ആശയം ഒരിക്കലും തളരാൻ പോകുന്നില്ല. അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ, സ്വയം ത്യജിക്കാൻ, ആ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് V4ന്റെ അംഗങ്ങൾ. അവരെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് നേർവഴി കാണിക്കാൻ പ്രാപ്തരായ, യോഗ്യരായ പൊതുവേദിയിൽ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും തങ്ങളാൽ കഴിയാവുന്നത് ചെയ്യണമേ എന്ന് വളരെ വിനീതമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഈശ്വർ ഒരു മോസ്റ്റ് സീനിയറാണ്, എപ്പോഴും നീതിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളാണ് ഈശ്വർ. ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന എൻ്റെ കൂട്ടുകാരൻ ജോ പാലോക്കാരനാണ്. ഇവൻ കമ്മ്യൂണിസ്റ്റാണ്, കോൺഗ്രസ് ആണ്, BJP ആണ്, എല്ലാത്തിലും ആയതിനു ശേഷം 50 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഇനി ഒരു പാർട്ടിയിലും പോകില്ല എന്ന് എനിക്ക് സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് ഇലക്ഷന് നിന്നതാണ്. റെസിഡൻസ് അസോസിയേഷനിലുണ്ട്, സാമ്പാറിലെ കഷ്ണം പോലെയാണ്, എല്ലാത്തിലും ഉണ്ട്. നിനക്ക് എന്താ പറയാനുള്ളത് ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്? ഇദ്ദേഹം 50 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തന്നെ ഞാൻ ഇനി ഒരു പാർട്ടിയിലും പോകില്ല, ഒരു ആവശ്യമില്ല. ബഹുമാനെ, എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ 45 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനത്തിലുള്ള ആളാണ്. ഇപ്പം 5 കൊല്ലമായിട്ട് എല്ലാവരും വന്ന് വിളിക്കുന്നുണ്ട്, ഒരാളുടെ അടുത്തും പോവില്ല, ഒരു കാര്യത്തിനും പോവില്ല. കാരണം ഇത് ശരിയാവില്ല എന്ന് തോന്നിയുകൊണ്ട് അങ്ങനെ നിർത്തി പോയ ഒരാളാണ്. ആദ്യം ഇതുപോലത്തെ ഒരു സംരംഭം നിങ്ങൾ ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് ഏതായാലും രണ്ടുപേർക്കും, സാബുവിനും V4ന്റെ ആൾക്കാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളിത് ഇട്ടുകളയുന്നൊരു സ്വഭാവമുണ്ട്. ഞങ്ങളൊക്കെ തോറ്റെടുത്താണ്. 30 കൊല്ലം മുമ്പ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി V-ഗാർഡിൻ്റെ ഓണറും ഞാനും ജോൺ ജോസഫും എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും EK പോളും കൂടിയിട്ട് ഇതുപോലൊരു സംരംഭം ഉണ്ടാക്കി. പൗരസമിതി എറണാകുളത്ത് അന്ന് 36 വാർഡേ ഉണ്ടായിരുന്നുള്ളൂ. 36 വാർഡിലും ഞങ്ങൾ ആളുകൾ നിർത്തി, 36 തോറ്റ്. പക്ഷേ അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അതിലേറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ബെന്നിയും ഇവിടെ ഇരിക്കുന്ന കൃഷ്ണൻ ഒക്കെ കൂടിയിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ രാഷ്ട്രീയമില്ലാതെ അതിൻ്റെ കഥ കേട്ടോ. ഞാൻ വൈസ് പ്രസിഡന്റ്, ഇദ്ദേഹം സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരൊറ്റ റോഡിൽ പോലും റെസിഡൻസ് അസോസിയേഷൻ ഇല്ലാതെ എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷൻ തഴച്ചു വളരുകയാണ്. എന്ത് ചെയ്തെന്നറിയാമോ ഈ രാഷ്ട്രീയക്കാർ? ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു ഓഫീസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും. പൊന്നുരുന്തിയിൽ 1200 സ്ക്വയർ ഫീറ്റുള്ള കോർപ്പറേഷൻ്റെ ഒരു ഓഫീസ് അങ്ങോട്ട് തന്നു. ഞങ്ങളവിടെ പോയിരുന്നു. പിന്നെ കാണുന്ന സംഗതി എന്താണെന്നറിയോ? എല്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ കൊച്ചു സഹാക്കളെ പ്രസിഡന്റുമാരാക്കുകയാണ്. അങ്ങനെ ആക്കി ഞങ്ങളൊട്ടകം ഞങ്ങളെ ഉണ്ടാക്കിയവരൊക്കെ പുറത്ത്, ഇതൊക്കെ അകത്ത്. ഈ ഒരു സംഭവം ഇവർക്ക് ഭയങ്കര കഴിവാണ് ഈ പറഞ്ഞ ആളുകൾ. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തതും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പണ്ട് ചെയ്തതും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഇവിടുത്തെ മതസ്ഥാപനങ്ങളുടെ സ്കൂളിന്റെ മുമ്പിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഇന്ന ലാപ്ടോപ്പ് 100 എണ്ണം തന്നത് ഇന്ന ആള്, ഇന്ന MP എഴുതി വെക്കണ്ട്. ഇത് തന്നെയല്ലേ ചെയ്യുന്നത് പിണറായി വിജയനും.
ഞാൻ പിണറായി വിജയനെ കുറ്റം പറഞ്ഞില്ല. കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലായിപ്പോയി നമ്മൾ. ആ സിസ്റ്റം മാറ്റണമെങ്കിൽ നിങ്ങളെപ്പോലെ ഞങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഈ പ്രവർത്തനത്തിന് നടക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ട്. സാറേ എന്താ പറയുക, ഞങ്ങളീ മുഖത്ത് രോമം നരച്ചവർ മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിന്. നിങ്ങളെപ്പോലെ യങ്സ്റ്റേഴ്സ് ആയിട്ട് ഒരാൾ ഇറങ്ങില്ല. ആദ്യമായിട്ട് ഇറങ്ങി കണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ജനറേഷനെ ഇറങ്ങണം. നിങ്ങളുടെ ജനറേഷനെ ഇറങ്ങിക്കൊണ്ട് നിങ്ങൾ കോളേജുകളിൽ പോകണം. ഇവിടെ നിന്ന് ഇരുന്നാൽ പോലെ നിങ്ങൾ ഈ പറഞ്ഞ നിപുൺ ചെറിയാനെ ഏറ്റവും വലിയ കോളടിച്ചു. എന്താ പറയുക, അദ്ദേഹം ഇപ്പൊ 3 ദിവസം ജയിലിൽ കിടന്നതോടുകൂടി നിങ്ങളുടെ നേതാവായി. നിങ്ങളുടെ അല്ല, എല്ലാവരുടെയും നേതാവായി. ഇന്ന് ഫേസ്ബുക്കിൽ ഞാനൊരു ഇത് കേട്ടത്, അദ്ദേഹം അടുത്ത കൊച്ചിൻ മേയറായിരിക്കുന്നത്. അപ്പൊ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ അറസ്റ്റുകളിൽ കൂടി ഗാന്ധി എങ്ങനെയാ ചെയ്തത്? ഗാന്ധി ഈ ചെവിടുമ്പോ അടിച്ചോളാൻ പറഞ്ഞു കിടക്കുന്നത് ഇന്ത്യയുടെ പിതാവായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാൻ പറഞ്ഞത്, സാബു സാറിനോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഈ വക ഇങ്ങനെ കേട്ട് മടുപ്പ് തോന്നും. ആ മടുപ്പ് തോന്നുമ്പോൾ ഞങ്ങളെ പോലെ പുറകോട്ട് പോയാൽ തീർന്നു. ഇനി ആകെ കൂടി നമുക്ക് നിങ്ങളെ പ്രതീക്ഷയുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങളെപ്പോലുള്ള വക്കീലന്മാരോടും ജഡ്ജിമാരോടൊക്കെ പറയേണ്ട കാര്യം, നിയമം ഉണ്ടാക്കേണ്ട ആരാ? ഇവിടെ പോലീസിന് വരെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി വെച്ചേക്ക്. പോലീസിന് വരെ ഇപ്പൊ നിങ്ങളെ പിടിച്ച അകത്തിട്ട ആ പോലീസ് ഇൻസ്പെക്ടർക്ക് ആക്ഷൻ എടുക്കാവോ? അപ്പൊ തന്നെ 2 യൂണിയനും, കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനുണ്ട്, മറ്റൊരു യൂണിയനുണ്ട്. അപ്പൊ തന്നെ എതിര് വന്ന് ജൈവലിക്കലായി. ഇത് എവിടെയാണ്? ജഡ്ജിമാർക്ക് മാത്രമില്ല. ഉണ്ടോ സാറേണ്ട ജഡ്ജിമാർക്ക് മാത്രമേ ഈ സാധനം ഇല്ലാത്ത. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊക്കെ മാറ്റിക്കൊണ്ട് ഈ യുവതലമുറ കയറി വരട്ടെ. എല്ലായിടത്തും ഉണ്ടായി വരട്ടെ. ഞങ്ങളുടെ ആത്മാവെങ്കിലും സംതൃപ്തിപ്പെടും. താങ്ക് യു ജോ സ്റ്റേറ്റിന്റെ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു കേട്ടോ. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കണ്ടത്. ഇനി അഡ്വക്കേറ്റ് റസൂൽ, കേരളത്തിൽ ഇന്ത്യയിലും കേരളത്തിലും ഇത്രയധികം ശമ്പളം കൊടുത്ത് ഗവൺമെന്റ് പ്ലീഡേഴ്സ് ഉള്ളപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കേസൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിച്ച ആളാണ് റസൂൽ പ്ലീസ് കം. അപ്പൊ അദ്ദേഹമൊക്കെ ഒറ്റക്കാണ്. V4 പോലെയുള്ള സംഘടനകൾ, സാബു സാറിനെ പോലെയുള്ള ആൾക്കാർ, ജയശങ്കർ, നമ്മുടെ ഒരു ടീം, ഇങ്ങനെയുള്ള ആരും അറിയപ്പെടാത്ത ഈ മനുഷ്യനെ കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളു. ഈ സാധനമാണ് ഇപ്പൊ മുല്ലപ്പെരിയാർ പിടിച്ചു നിർത്തിയേക്കണത്. അപ്പൊ ഇദ്ദേഹം ഒറ്റക്ക് ആ ഒരു സ്പിരിറ്റില് സുപ്രീം കോടതി വരെ എത്തിച്ച് ആ വിധി ട്വിസ്റ്റ് ചെയ്യിച്ച് ഇത് ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഗവൺമെന്റ് ലീഡേഴ്സ് അല്ല. അപ്പൊ റസൂലിന് എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥിതിയെ കുറിച്ചും ഇപ്പോഴത്തെ ഇന്നലത്തെ ഈ അറസ്റ്റിന്റെയും നമ്മുടെ ഇപ്പോഴത്തെ കോടതിയുടെയും ഗവൺമെന്റ് ലീഡേഴ്സിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് പറയാമോ? സത്യത്തില് ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി വന്നതല്ല. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന കുറച്ച് ആളുകളെ കേൾക്കാനും കാണാനുമായിട്ട് വന്നതാണ്. ഇവിടെ എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. കുറേ ആളുകളെങ്കിലും നീതിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനീതിയായിട്ട് എനിക്ക് തോന്നിയതിന് എതിരെ പ്രതികരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ഇറങ്ങിയത്. അതാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ പറയും. അതിനെ കഴിഞ്ഞിട്ടുള്ളൊരു പ്രശ്നമേ ഇവിടെയുള്ളൂ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഗൽ പോയിന്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇപ്പോൾ വക്കീലന്മാർ, ഗവൺമെൻറ് പ്ലീഡർമാരെ കുറിച്ചൊക്കെ ബെന്നി പറഞ്ഞു. നമ്മുടെ ഖജനാവിൽ നിന്ന് പോയത്, വക്കീൽ ഫീസായിട്ട് പോയത് 8 കോടി രൂപയാണ്. 8 കോടി രൂപയാണ് വക്കീൽ ഫീസായിട്ട് ഖജനാവിൽ നിന്ന് പോയത് കേസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേസ് നടത്തി, കേസ് തോറ്റു. പക്ഷേ കേസ് തോറ്റെങ്കിലും വക്കീലിന് ഫീസായിട്ട് കൊടുത്തത് 8 കോടി രൂപ. ഈ 8 കോടി രൂപ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് കേരളത്തിന് 80 വർഷം കിട്ടുന്ന പണമാണ്. 80 വർഷം കൊണ്ടാണ് ഖജനാവിലേക്ക് 8 കോടി വരുള്ളൂ. ആ രൂപ കൊടുത്തിട്ടാണ് കേസ് നടത്തിയത്. ഇവർ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇവിടെ കേരളം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഒരു ഭാഗത്ത്, തമിഴ്നാട് വേറൊരു ഭാഗത്ത്, അങ്ങനെയാണ് കേസ് നടത്തിയത്. കേരളം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ ആ ലോക്കൽ സ്റ്റാൻഡ് എന്താണ്? തിരുവിതാംകൂർ എന്ന് പറഞ്ഞ പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ സക്സസർ. തമിഴ്നാടിൻ്റേതോ മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സക്സസർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അഡ്വക്കേറ്റ് ജനറലുണ്ട്, തമിഴ്നാടിനും അഡ്വക്കേറ്റ് ജനറലുണ്ട്, വലിയ വലിയ നിയമവിശാരദന്മാർ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ട്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂറിൻ്റെ സക്സസറായിട്ട് കേരളം വന്നു. മദ്രാസ് പ്രസിഡൻസിയുടെ സക്സസറായിട്ട് തമിഴ്നാട് മാത്രമാണോ? ആലോചിച്ച് നോക്കണം. വളരെ ചെറിയൊരു കാര്യമാണ്. മദ്രാസ് പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ, കർണാടക, ലക്ഷദ്വീപ് ഐലൻഡ്സ്, കേരളമുണ്ട്. നമ്മുടെ മലബാർ റീജിയൻ മദ്രാസ് പ്രസിഡൻസിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ മദ്രാസ് പ്രസിഡൻസിയുടെ എല്ലാ സക്സസേഴ്സിനെയും ഈ കേസിൽ കക്ഷിയാക്കണം. അപ്പോൾ 1886 കരാർ, അതാണ് ഒറിജിനൽ പാട്ടക്കരാർ. ആ ഒറിജിനൽ പാട്ടക്കരാർ ഇനി നിലനിൽക്കുമോ? കേരളത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ് ഇപ്പോൾ? കേരളം ഒരേ സമയം ലെസറുമാണ് ലസ്സിയുമാണ്. തമിഴ്നാട് മാത്രം കേസ് നടത്താൻ പറ്റുമോ? ഈ പറഞ്ഞ ബ്രിട്ടീഷ് അടിമത്തത്തിൻ്റെ പാരതന്ത്ര്യവും കഷ്ടപ്പാടും എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കർണാടകയും ലക്ഷദ്വീപ് ഐലൻഡ്സും കേരളവും ഇതിൽ വരണ്ടേ? അപ്പോൾ ഞാൻ സുപ്രീം കോടതിയിൽ ഇപ്പം ഇത്രയും സ്റ്റേറ്റുകളെ കക്ഷി ചേർക്കാൻ പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? 1886 പാട്ടക്കരാർ നിലനിൽക്കില്ല. 1970 സപ്ലിമെന്ററി കരാർ നോൺ ജോയിന്റർ എന്ന് പറഞ്ഞ നെസസറി പാർട്ടീസ്, നോൺ ജോയിന്റർ ഓഫ് നെസസറി പാർട്ടീസ് എന്ന ദോഷം കൊണ്ട് 1970 പാട്ടക്കരാർ നിലനിൽക്കില്ല. ചുരുക്കം പറഞ്ഞാൽ ഇനി കേരളം തോറ്റ കേസുകളെല്ലാം, ആ കേസുകളിലുണ്ടായ ഡിഗ്രികളെല്ലാം സെറ്റിസൈഡ് ചെയ്യപ്പെടും. ഇനി കേരളം ജയിക്കാൻ പോവുക. കേരളം ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ 50,000 കോടി രൂപയുടെ ലാഭം തമിഴ്നാട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും, ഈ വെള്ളവും ഇലക്ട്രിസിറ്റിയും ഉപയോഗിച്ച് ചെറുകിട വ്യവസായങ്ങളും വൻകിട വ്യവസായങ്ങളും ഉണ്ടാക്കുന്നതിൽ നിന്ന് നേടുന്നുണ്ട്. അതിൽ 25,000 കോടിയെങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു വരും. ഇത് പലർക്കും പോകുന്നുണ്ടാവും. ഇത് തിരിച്ചു വരും. പലർക്കും പോകുന്നത് ഇനി തിരിച്ചു വരും. എല്ലാവരും പോക്കറ്റ് കാലിയോ? അതെ, ഇത് തിരിച്ചു വരും. ഇനി ഇവിടെ OYOP-യുടെ പ്രവർത്തകരുണ്ട്. അവർ പറയുന്ന പോലെ 60 കഴിഞ്ഞ ആളുകൾക്ക് 10,000 രൂപ പെൻഷൻ നിഷ്പ്രയാസം സാധിക്കും. എല്ലാം ഈ വെള്ളം സംഭാവന ചെയ്യും. ഈ വെള്ളം ഈ നാടിൻ്റെ ഭാഗധേയം മാറ്റും. ഈ വെള്ളം ഈ നാടിൻ്റെ യുവതയുടെ ഭാവി നിശ്ചയിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തും. ഏതായാലും റസലിന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും സാർ. കഴിയോട്ടെ തീർക്കോട്ടെ സാർ. അല്ല തീർക്കോട്ടെ. ഏതായാലും വളരെ നീണ്ടുപോയി. കാരണം ഈ വിഷയം അങ്ങനെയായിരുന്നു. എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇതെങ്ങനെ കഴിയും. ഇനി 1-2 പേർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ ഓൾറെഡി 2 hours ആയി. നമുക്ക് വീണ്ടും ഇതുപോലെ ഒത്തുചേർന്ന്, അല്ലാണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് കമാൽ പാഷ സാറിനോടും സാബുവിനോടും ജയശങ്കറിനോടും കെ രാധാകൃഷ്ണൻ പുറത്തിരിപ്പുണ്ട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നന്മയുള്ളവർ ഒരു വിഷയം വരുമ്പോഴല്ല ഇനി ഒത്തുകൂടേണ്ടത്. ഒരു 3 മാസത്തിൽ ഒരിക്കൽ നമുക്കൊരു വാഷിംഗ് മെഷീൻ പോലെ, നമ്മൾക്കൊരു ശുദ്ധീകരണം പോലെ, ഒരു ഇപ്പൊ മുഴുവൻ ഇതാണല്ലോ, എന്താണ് ഈ എന്തെന്നാ പറയണ, ഇനി പേട്ടയിലുള്ള പോലെ ധ്യാന സെന്റർ പോലെ നമുക്ക് സ്വയം ഒന്ന് ശുദ്ധീകരിക്കാൻ ഒരു 3 മാസത്തിൽ സാർ ഒരു മീറ്റിംഗ് വിളിച്ചാൽ നമ്മൾക്ക് വരണം. വിഷയങ്ങളില്ലാതെ നന്മക്ക് വേണ്ടി നമുക്ക് 1 മണിക്കൂറൊക്കെ ചർച്ച ചെയ്യാൻ സാബുവിന്റെയും കമാൽ പാഷ സാറിന്റെയും ജയശങ്കറിന്റെ ഒക്കെ സഹായം വേണം. അല്ലാണ്ട് ഞങ്ങൾ മാത്രം പച്ചക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കൂടുതൽ പേർക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ചും തിരക്കുള്ള ആൾക്കാർ പോലും കുത്തി ഇവിടെ ഇരുന്നു. രാധാകൃഷ്ണൻ സാർ പുറത്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആരും പോയിട്ടില്ല. ഞങ്ങളെ ശ്രമിക്കണവരൊരു കാര്യം മനസ്സിലാക്കുക, ദയവായി വിശ്വസിക്കുക, സൈബർ പോരാളികളും പാർട്ടിയുടെ കാലിൽ നക്കി എന്തെങ്കിലുമൊക്കെ കിട്ടണത് ഇല്ലാണ്ടാവും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു, ഞങ്ങൾ അഴിമതി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ചെയ്താൽ അവർക്ക് വേണ്ടി നിയമസഭയിൽ ലഡു കൊടുക്കുകയോ വീണ്ടും അയാളുടെ മകനെ വേറെ പാർട്ടിയിലോട്ട് എടുക്കണമെന്നും നമ്മുടെ ഇതിലുണ്ടാവില്ല. ഞങ്ങൾ നിഷ്പക്ഷമായി ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളായ കമാൽ പാഷ സാറും അഡ്വക്കേറ്റ് ജയശങ്കറും സാബു ഒക്കെ ഞങ്ങളുടെ വിശിഷ്ട അതിഥികളാണെങ്കിൽ അവരുടെ ഒരു അഴിമതിയോ ഇത് വന്നാൽ പച്ചക്ക് ഇതുപോലെ തന്നെ പറഞ്ഞിരിക്കുമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ചെറുപ്പക്കാരെ ഉണരൂ, യുവാക്കളെ ഉണരൂ. V4 കൊച്ചിയല്ല, 2020 ചെല്ലാനുമല്ല, 2020 കിഴക്കമ്പലമല്ല. സത്യവും നീതിയുള്ള ഒത്തിരി ചെറുപ്പക്കാർ ജനാധിപത്യത്തിൽ വരണം. അല്ലാണ്ട് LDF, UDF, BJP എന്ന പ്രസ്ഥാനമല്ല. ഇപ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണ്, ഒരു കച്ചവടമാണ്. അതിലേക്ക് ഇനി ചെറുപ്പക്കാരെ പറഞ്ഞുവിടരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. കുറച്ച് നീണ്ടുപോയി, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം ഇത് എനിക്ക് എടുത്തപ്പോൾ തന്നെ അറിയാമായിരുന്നു.